ജനറൽ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ രോഗിക്കുണ്ടായിരുന്നത്. ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇവർ വർഷങ്ങളായി മെഡിക്കൽ കോളേജിലെ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം ആയി അത് ഡെവലപ്പ് ചെയ്തു. ശരീരം മൊത്തം നീര് വന്ന് വീങ്ങി, പൊതുവിൽ സന്ധികൾ എല്ലാം വല്ലാതെ വേദന വന്ന്, മുഖമെല്ലാം വല്ലാതെ വീക്കവും ചുമപ്പും തടിപ്പും ചൊറിച്ചിലും, ശരീരം മൊത്തം സ്കാരിങ്, തൊലി പൊളിഞ്ഞു പോകുന്ന സ്വഭാവത്തോടു കൂടി വളരെ പഴകിയ ഒരു രോഗാവസ്ഥയായിട്ടാണ് ഇവിടെ എത്തിയത്. എത്തുമ്പോൾ ശരീരം മൊത്തം നീരും ചൊറിച്ചിലും ഈ സ്കാരിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടൊരു 8 ദിവസം ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ആ മുഖത്തെയും ദേഹത്തെയൊക്കെ നീരുകൾ ഒരു 10-40% കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചൊറിച്ചിലിന് കുറച്ച് ആശ്വാസം, ഒരു 40-50% ചൊറിച്ചിലിനും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂത്രവും മലവും ഒക്കെ നന്നായി പോകാൻ തുടങ്ങി, വിശപ്പ് കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്, അല്പസ്വല്പം ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പൊതുവിൽ രോഗാവസ്ഥയിൽ ഒരു 40% പുരോഗതി അവകാശപ്പെടാൻ ആയിട്ടുണ്ട് ഈ 8 ദിവസത്തെ ചികിത്സ കൊണ്ട്. ആയുർവേദത്തിൻ്റെ അത്ഭുത ലോകത്തിലൂടെയാണ് ഡോക്ടർ സി തോമസിൻ്റെ ചികിത്സാരീതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന രോഗികൾക്ക് രോഗത്തിന് ആശ്വാസവും ശാന്തിയും ലഭിക്കുന്നതെന്ന് രോഗികൾ വ്യക്തമാക്കുന്നു. ഈ ഡോക്ടറെ കുറിച്ച് ഇങ്ങനെ ഒരു മാഗസിനിൽ കണ്ട് അങ്ങനെയാണ് ഡോക്ടറെ കുറിച്ച് മനസ്സിലാക്കാനിടയായത്. അങ്ങനെ ഡോക്ടറെ ഫോൺ ചെയ്ത് വിളിച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ വരാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു ഉച്ചയോടുകൂടാണ് ഇവിടെ വന്ന് ഇവിടെ അഡ്മിറ്റായി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 22 വർഷമായിട്ട് ഞാൻ ഈ സോറിയാസിസിൻ്റെ അസുഖത്താൽ കഷ്ടപ്പെടുകയാണ്. വളരെയധികം സീരിയസ് ആയിട്ട്, പിന്നെ ഡോക്ടേഴ്സ് എല്ലാം ഒരു പ്രാവശ്യം മരിച്ചു എന്ന് വരെ സർട്ടിഫൈ ചെയ്തതാണ്. അന്ന് ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് അങ്ങനെ ഒരു 3 മാസം, ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സാധാരണയായിട്ട് വരുന്നത്. അതങ്ങനെ അന്ന് 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് ഇംഗ്ലീഷ് മരുന്ന് എടുത്തു. അതിൽ നിന്ന് അന്ന് സ്റ്റെറോയിഡ്സാണ് എനിക്ക് മുഴുവൻ തന്നത്, കോർട്ടിസോൺ മെഡിക്കേഷൻ. അങ്ങനെ എൻ്റെ ശരീരം മുഴുവൻ നീര് വയ്ക്കുകയും തലമുടി പോവുകയും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, ചെവിയുടെ കേൾവി കുറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് എനിക്ക് ഈ ഇംഗ്ലീഷ് മരുന്ന് കൊണ്ടുണ്ടായി. തൽക്കാലത്തേക്കൊരു വിടുതൽ എനിക്ക് കിട്ടിയെങ്കിലും എല്ലാ വർഷവും ഈ സമയങ്ങളിൽ ഇങ്ങനെ സോറിയാസിസിൻ്റെ അസുഖം എനിക്ക് വന്നുകൊണ്ടിരുന്നു. അന്നേരം എല്ലാം ജോലിയോടുള്ള ബന്ധത്തിൽ എനിക്ക് മറ്റൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് ഞാൻ കടന്നില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് അങ്ങ് കുറയും. പിന്നെ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് എല്ലാ വർഷവും ഇതേ രീതി വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ആ ഹോമിയോ ട്രീറ്റ്മെൻറ്റിലും എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു വ്യത്യാസം കിട്ടിയില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും അതിങ്ങനെ കൂടി ദേഹം മുഴുവനുണ്ട്, തല മുതൽ കാല് വരെ ദേഹം മുഴുവന് വളരെയധികം കൂടുതലായിട്ട്. പിന്നെ അത് കുറേ അങ്ങ് കഴിയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ പഴുക്കും. പിന്നെ ഒരു പൊള്ളി കൊമളിക്കുന്ന പോലെ ബ്ലിസ്റ്റർ പോലെ വരികയും അത് പഴുക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കൂടുതലായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഡോക്ടറെ കുറിച്ച് അറിയാൻ സാധിച്ചത്. പിന്നെ ഫോൺ ചെയ്തു. ഞങ്ങളിവിടെ വന്ന് ഇന്നലെ അഡ്മിറ്റായി. ഇന്നലെ വന്നപ്പോൾ തുടങ്ങി ഡോക്ടർ വന്ന് കണ്ടു. ഡോക്ടർ ഒരു ഇച്ചിരി ലോങ് ട്രീറ്റ്മെൻ്റ് ആണ്, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇന്നലെ തുടങ്ങി മരുന്നെടുക്കാൻ തുടങ്ങി. ഇന്നലെ മരുന്നെടുത്ത് എൻ്റെ വയറിലെ നീര് മുഴുവനായിട്ടും പോയി എന്ന് പറയാം. ഇന്ന് നേരം വെളുത്ത് ഇന്നലെ രാത്രി മുഴുവൻ ഒരു വയറിളകാനുള്ള മരുന്നാണ് എനിക്ക് ആദ്യം തന്നത്. ഇന്നലെ രാത്രി മുഴുവൻ വയറിളകി. നേരം വെളുത്ത് നോക്കിയപ്പോൾ എൻ്റെ വയറിലെ ആ നീര് പരിപൂർണമായിട്ടും ഉണങ്ങി, മൊത്തം നീരും വയറ്റിലെ പോയി. എനിക്കിന്ന് രാവിലെ എണീറ്റ് നടക്കാനോ എനിക്ക് നടക്കാനൊക്കെ വലിയ ഭാരമായിരുന്നു, വിഷമമായിരുന്നു. ഭയങ്കര വേദനയും ചൊറിച്ചിലും പുകച്ചിലും നീറ്റലും ഭയങ്കര ദാഹം എല്ലാം ഉണ്ടായിരുന്നു. എത്ര വെള്ളം കുടിച്ചാലും എൻ്റെ ദാഹം മാറത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ തലവേദനയും ദേഹത്ത് വേദനയും എല്ലാ തരത്തിലും വളരെയധികമായിട്ട് മാനസികമായിട്ട്, ശാരീരികമായ ബുദ്ധിമുട്ടിനേക്കാൾ മാനസികമായിട്ട് വളരെയധികം ഞാൻ ഭാരപ്പെട്ടു. ഒരു 3 മാസമായി ഇപ്പം കംപ്ലീറ്റ് മുറിക്കകത്ത് തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ഇപ്പം ദൈവകൃപയാൽ എനിക്ക് ഇന്നലെ തുടങ്ങി നല്ലൊരു സൗഖ്യം ശരീരത്തിന് മാത്രമല്ല എനിക്ക് മനസ്സിനും പൂർണ്ണമായിട്ട് ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൽ, ഡോക്ടർ സംസാരത്തിൽ, ഇവിടെ ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന ആ സിസ്റ്റേഴ്സ്, അതുപോലെ മറ്റ് ശുശ്രൂഷിക്കുന്ന അവരുടെ എല്ലാ ഇടപെടലുകൾ എല്ലാം ശാരീരികമായ സുഖത്തെക്കാളും മാനസികമായിട്ട് വളരെയധികം, അഥവാ കുടുംബമായിട്ട് ഞങ്ങൾ മാനസികമായി വളരെയധികം ഭാരപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പം പരിപൂർണമായിട്ട് എല്ലാ തരത്തിലും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. പരിപൂർണ സൗഖ്യം ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. നിരവധി ആളുകളുടെ രോഗസൗഖ്യത്തിന്റെ
അനുഭവ സാക്ഷ്യമാണ് ശാന്തി സോറിയാസിസ് ഹോസ്പിറ്റലിന്റെ ചികിത്സാ രീതിയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നത്. എനിക്കൊരു 15 വർഷമായി ഈ സോറിയാസിസ് എന്ന രോഗം തുടങ്ങിയിട്ട് അനേകം മരുന്നുകളെല്ലാം കഴിച്ചു നോക്കി. അതായത് അലോപ്പതി കഴിച്ചു, ഹോമിയോ മരുന്ന് കഴിച്ചു നോക്കി, പ്രകൃതി ചികിത്സ നടത്തി. അതുകൊണ്ടൊന്നും യാതൊരു കുറവും കിട്ടിയില്ല. ഒരുപാട് പച്ചമരുന്നുകൾ കഴിച്ചു. അവസാനം ഒരു ഡോക്ടറെ അടുത്ത് അയാൾ പറഞ്ഞു അമേരിക്കയിൽ ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അമേരിക്കയിൽ നിന്നും മരുന്ന് എഴുതി അയച്ച് വരുത്തി എല്ലാം കഴിച്ചു നോക്കി. എന്നിട്ടൊന്നും ഒരു കുറവും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഇവരുടെ പരസ്യം പത്രത്തിൽ കാണുന്നതും. അങ്ങനെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു ഇവിടെ വരുന്ന രോഗികളെല്ലാം രോഗങ്ങൾ മാറി പലരും പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നാൽ രോഗം മാറും എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ജൂൺ 6 ഇവിടെ വരികയും ഡോക്ടറായിട്ട് സംസാരിച്ച് അങ്ങനെ 1 മാസത്തെ ചികിത്സ ഇവിടെ നടത്തി. 1 മാസം ഇവിടെ കിടന്നു. 1 മാസം കഴിഞ്ഞ് 32 ദിവസം ആയപ്പോഴേക്കും എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. അതിനുശേഷം ഞാനൊന്ന് വീട്ടിൽ പോയി തിരിച്ച് ഡോക്ടറെ കൂടെ തന്നെ വന്ന് ഡോക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ രോഗികളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ വരുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെല്ലാം കണ്ടതല്ലേ, ഒരു ആൾക്കാരൊന്നും ഇവിടെ നിൽക്കുന്നില്ല. കാരണം ഇത് രോഗങ്ങൾ പകരുന്ന അവർക്ക് ഭയങ്കര പേടി. പിന്നെ ഇത് കൈ കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനും ഉരയ്ക്കാനും കഴുകാനും പിടിക്കാനൊക്കെ. അപ്പോൾ ഈ രോഗം ആരെങ്കിലും നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ സഹായിയായിട്ട് ഇങ്ങനെ ഡോക്ടർ ഇവിടെ നിൽക്കുന്നു, രോഗികളെല്ലാം ശുശ്രൂഷിക്കുന്നു, നോക്കുന്നു. മാസം ഒരു പ്രാവശ്യം വീട്ടിൽ പോകും, തിരിച്ചു വരുന്നു. അങ്ങനെ എൻ്റെ അസുഖം ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 6 മാസമായി. ഒരു മാസം ഇവിടെ കിടന്നു. അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവുകയും ചെയ്തു. ശരീരത്ത് മൊത്തം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. വലയിൽ മുതൽ കാലിൻ്റെ പാദം വരെ മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാം തീർത്ത് പോവുകയും ചെയ്തു. അതിലെല്ലാം കുറച്ച് കലകൾ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കെല്ലാം മാറി കിട്ടും. ബാക്കി ഉള്ളതെല്ലാം തീർത്ത് മാറുകയും ചെയ്തു. അപ്പോൾ എവിടെയും കിട്ടാത്ത ഒരു ചികിത്സയാണ് ഇവിടെ ഈ ശാന്തി സൂര്യ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുള്ളത്. 15 വർഷമായിട്ട് ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല. എല്ലാ ചികിത്സകളും ചെയ്തു നോക്കിയാണ്. ഒരുപാട് പരസ്യങ്ങൾ കണ്ട് കൊല്ലം മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി മരുന്ന് വാങ്ങുകയും ആസ്പത്രി കിടക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒരു കുറവും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്ന് 1 മാസം കിടന്നപ്പോഴേക്കും അസുഖങ്ങളൊക്കെ തീർത്ത് ഭേദമായി. ഒരു മാസം കൊണ്ട് രോഗം പൂർണ്ണമായും സുഖപ്പെടുത്തുമെന്നും സുഖപ്പെട്ടതിനു ശേഷം പ്രതിഫലമെന്നുമുള്ള ഡോക്ടർ തോമസിന്റെ പ്രഖ്യാപനമാണ് ആശുപത്രിയുടെ വളർച്ചയ്ക്കും വിശ്വസ്തതയ്ക്കും മുതൽക്കൂട്ടാവുന്നത്. അനേകർക്ക് രോഗസൗഖ്യം നൽകാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ശാന്തി സോറിയാസിസ് ആശുപത്രിയിലെ ഡോക്ടർ CC തോമസെങ്കിലും സോറിയാസിസ് രോഗികൾക്കായി ഇനിയുമേറെ ചെയ്യുവാനുണ്ടെന്ന വാശിയിലാണ് അദ്ദേഹം. രോഗികൾക്കായുള്ള ഒരു സംഘടന രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. സോറിയാസിസ് ചികിത്സയ്ക്ക് സമഗ്രമായ ഒരു ചികിത്സാ രീതി എന്നുള്ള നിലയ്ക്ക് ആയുർവേദത്തിൻ്റെയും യോഗയുടെയും പ്രകൃതി ചികിത്സയുടെയും തത്വങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതി, ഭക്ഷണക്രമം, മനസ്സിൻ്റെ സമതുലിതാവസ്ഥ ക്രമീകരിക്കാൻ വേണ്ട മെഡിറ്റേഷൻ, യോഗയുടെ എക്സർസൈസുകൾ, ഇവയെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു തികച്ചും ടെൻഷൻ ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു ഹെർബൽ വില്ലേജ്, ഒരു ആയുർവേദിക് ഹെർബൽ വില്ലേജ് ഫോർ സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള സങ്കല്പത്തിലുള്ള ഒരു സ്ഥാപനം. അതാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ആയുർവേദ ചികിത്സ കൊണ്ട് സോറിയാസിസ് മാറ്റുന്നതിന് ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിന് സാമാന്യമായി കുറച്ച് ധന ചെലവ്, പിന്നീട് കുറച്ച് ഭൂമിയുടെ ലഭ്യത, പിന്നെ ഇതിനോടൊക്കെ സഹകരിക്കാൻ പറ്റുന്ന മനസ്സുകളുടെ ഒരു കൂട്ടായ്മ, ഇതെല്ലാം ഇതിനാവശ്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോറിയാസിസ് രോഗികളുടെ ചികിത്സയ്ക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് ഉള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സോറിയാസിസ് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാനുള്ള ഒരു ചികിത്സാ പദ്ധതി സമഗ്രമായി രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും കൂടെയുള്ള താല്പര്യം ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഇതാണ് ഈ സോറിയാസിസ് ചികിത്സ രംഗത്ത് ഇനി ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സോറിയാസിസ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിൽ സോറിയാസിസിനു മാത്രമായി പ്രവർത്തിക്കുന്ന ശാന്തി സോറിയാസിസ് ഹോസ്പിറ്റൽ. ശാന്തി ഹോസ്പിറ്റൽ, വള്ളുവമ്പുറം, മലപ്പുറം ഡിസ്ട്രിക്ട്. ഫോൺ 0483 277 6960.